സുഖല്ലേ? എനിക്കും കുഴപ്പമില്ല, സുഖമാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. നമുക്ക് 7K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. എനിക്കിപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല, കാരണം അത്രയും സന്തോഷമുണ്ട്. ഞാൻ ഒട്ടും ഇത്രയൊന്നും സപ്പോർട്ട് പ്രതീക്ഷയല്ല. അപ്പം ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതന്നെ ഞാൻ കരുതുന്നു. പിന്നെ ഈ 7K സബ്സ്ക്രൈബേഴ്സിൻ്റെ സ്പെഷ്യലായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കേക്കിൻ്റെ FF ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. ആർക്കാണ്, എങ്ങനെയാണ്, എന്താണ് ഒന്നും ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഒരു ചെറിയ സ്റ്റോറി വൺ ഷോട്ട് ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അത് ചെയ്യാം. അത് ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഇപ്പം ചെയ്യുന്ന മയങ്കി ടൈഗർ എന്ന അതുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ചെയ്താൽ പോരെ അതോ അതിന് മുമ്പ് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ പറയാട്ടോ. കമൻറ്റിൽ ഇട്ടാൽ മതി അങ്ങനെ ചെയ്യണോ ചെയ്യേണ്ടതെന്നുള്ളത്. അത് എനിക്കൊന്ന് ഉറപ്പ് വരുത്താനാണ്, അല്ലാണ്ടൊന്നുമല്ല. പിന്നെ ഇനിയുള്ള നമ്മുടെ മൈ ടൈഗർ എന്ന എപ്പിസോഡുകളിലെ ഭാഗങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് വല്ല അൺകംഫർട്ടബിൾ തോന്നുകയാണെങ്കിൽ പ്ലീസ് സ്കിപ്പ്. പിന്നെ ചെറിയ കുട്ടികളുണ്ടെങ്കിലും സ്കിപ്പ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇതിൽ ഒരുപാട് സംശയങ്ങളുണ്ടെന്ന് എന്നോട് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുക്കിയും ജിമ്മിനും തമ്മിലുള്ള ബന്ധം എന്താണ്, പിന്നെ അങ്ങനെ ഒരുപാട് കുക്കിക്ക് വേറെ എന്തെങ്കിലും ക്യാരക്ടർ വേറെ എന്തെങ്കിലും ഇതുണ്ടോ എന്നൊക്കെ ഓരോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഈ സ്റ്റോറിയിലൂടെ മനസ്സിലാക്കാം. ഇനിയുള്ള 2 എപ്പിസോഡിൽ എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആവും. ഈ എപ്പിസോഡിലും അടുത്ത എപ്പിസോഡിലും നിങ്ങൾക്ക് എല്ലാ കൺഫ്യൂഷനും ക്ലിയർ ആവും എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻ വീണ്ടും വരികയാണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക, ഓക്കെ? പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് സൗണ്ടും കാര്യങ്ങളും വരും. അങ്ങനെ സോറി, അതില്ലാതെ എനിക്ക് കഴിയില്ല, കാരണം കൂടുതലായിട്ട് വരുന്ന എൻ്റെ മോളെ സൗണ്ട് ആയിരിക്കും. അപ്പോൾ മിസ്സേ, എന്താ ഞാൻ കൂടുതൽ ഇനി പറയുന്നില്ല, നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. ജിസോ, എന്താ പെട്ടെന്ന് സാർ ഇങ്ങനെ ഒരു മീറ്റിംഗ് പറഞ്ഞേ? എടി അർണവ് സാർ അല്ല, സാർ അച്ഛനാണ് ഈ മീറ്റിംഗ് വിളിച്ചെത്തിയത്. അച്ഛാ, എന്താ പെട്ടെന്ന്? മോഡൽസിനെ റെഡിയായോ? അർണവ്, അത് പറയാനാണ് ഞാൻ ഇപ്പോൾ ഈ മീറ്റിംഗ് വിളിച്ചത്. ഇപ്പോൾ വിചാരിച്ച പോലെ നല്ല കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഞാൻ ഒരുപാട് ശ്രമിച്ചു. ഇപ്പോൾ ഒന്നല്ല, നമുക്ക് 3 മോഡൽസിനെയാണ് കിട്ടേണ്ടത്. ദൈവമേ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടുവല്ലേ? താങ്ക് യു സോ മച്ച്. ഇനി എൻ്റെ ഊഴ. എനിക്കറിയാം അവരുടെ പ്രശ്നം എങ്ങനെ ഡീൽ ചെയ്യണമെന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ അത് ഡീൽ ചെയ്യാൻ പോയാൽ അത് നമ്മുടെ കമ്പനിക്ക് ദോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പ്രശ്നം സോൾവ് ചെയ്ത് കഴിയണം. അല്ലെങ്കിൽ നമ്മളവരുടെ മുമ്പിൽ ഒരിക്കലുമില്ല, അങ്ങനെ ഒരിക്കലും സമ്മതിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവരുത്. കാരണം എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ ഓപ്ഷൻ എടുത്തൂടാ? അത് പിന്നെ എന്താണ് പറഞ്ഞത്? അപ്പോ സാറോട് ഇവരൊന്നും പറഞ്ഞില്ലേ? അത് ശരിയാ സാർ, ഞാൻ പറഞ്ഞില്ല. സോറി സാർ. സോറി കാണും നിൽക്കട്ടെ, നീ എന്താ കാര്യം പറയാ? സാർ, മിസ്റ്റർ പാക് ജിമിൻ പറഞ്ഞിരിക്കുന്നത് നമുക്കിപ്പോൾ ഒരു മോഡൽസിനെ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മധുബാലയും അതുപോലെ അർണവ് സാറിനും തലക്കാലത്തിനൊരു മോഡൽസ് അയക്കൂടെ? വേറെ മാർഗമില്ലല്ലോ. പ്രോബ്ലം ഉണ്ടോ? അപ്പാ, ഞാൻ കുഴപ്പമില്ല, ഞങ്ങൾ തന്നെ അയക്കോളാം. അപ്പോൾ പ്രോബ്ലം സോൾവ്. ഇനിയൊരു പ്രശ്നമില്ലല്ലോ. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. മധു, നീ ക്യാബിലേക്ക് വാ, മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം. ഏയ് അങ്കിൾ, അതിനെ കുറിച്ച് പേടിക്കൊന്നും വേണ്ട. അത് മധുപോലെ അയക്കാം. എന്താ മധു, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? എനിക്ക് പണി തരാല്ലേ, അറിഞ്ഞുകൊണ്ട് തരും. അപ്പോഴേ നീ അത് പറഞ്ഞപ്പോ ഞാൻ ആലോചിക്കണായിരുന്നു, ഇത് പിന്നെ എന്താ ചെയ്യുന്നത്? എനിക്ക് വലിയ
പ്രോബ്ലം ഉണ്ടോ? ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ അതാണ്. ഇറ്റ്സ് ഓക്കെ അങ്കിൾ, നോ പ്രോബ്ലം. ഞാൻ ചെയ്തോളാം. സർ, മേ ഐ കം ഇൻ? ആ കമി കമി നീ വാ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സാറേ, സാർ എന്തിനാ നമ്മളത് പറഞ്ഞ് മറ്റാർക്കെങ്കിലും നോക്കായിരുന്നല്ലോ? നിന്നോട് സമ്മതം ചോദിക്കാതെ ഇങ്ങനെ തീരുമാനം എടുത്തതിന് സോറി. പിന്നെ ഇതിപ്പോൾ എനിക്കാരും വിശ്വാസമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തീരുമാനം എടുത്തത്. നിനക്ക് വല്ല പ്രോബ്ലം ഉണ്ടോ? എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. എനിക്കറിയാം കുറച്ചൊക്കെ, പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഒരു ഇങ്ങനെയൊക്കെ. എനിക്കറിയാം. പിന്നെ സോറി. താൻ കൂടുതൽ ടെൻഷനൊന്നും അടിക്കേണ്ട. അത് ഞാൻ പറയാൻ കാരണം മറ്റൊന്നും ഉണ്ടല്ലോ. ഇപ്പോൾ പാർട്ട്നേഴ്സിന് മുമ്പിൽ നമ്മുടെ ഡ്രസ്സ് കാണിക്കുന്ന മാത്രമല്ലേ ഉള്ളൂ. പിന്നെ മെയിൻ പ്രോഗ്രാം വരുമ്പോൾ തന്നെ ഞാൻ മോഡൽസിനെ കണ്ടെത്തിയോളാം. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യില്ലേ പ്ലീസ്. സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. ഇതിപ്പോ തൻ്റെ കാര്യമായതുകൊണ്ട് താൻ ഇങ്ങനെ പറയുന്നു. എൻ്റെ കാര്യം ആര് നോക്കാനാ? ഞാൻ തന്നെ നോക്കണ്ടേ? ഓക്കെ സാറേ. താനെന്താടെ ഇങ്ങനെ പിറുകിറുക്കുന്നേ? ഇനി മനസ്സിൽ എന്നെ പിരാവാണോ? അതും പറഞ്ഞ് നമ്മുടെ അർണവ് വല്ല സ്ഥിതി പറഞ്ഞു. അവൻ എണീറ്റ് നമ്മുടെ മധുവിൻ്റെ അടുത്തേക്ക് നടന്നു. ഞാൻ തന്നെ പിരായിട്ടൊന്നുമില്ല. പിന്നെ താനെന്തിനാണോ എൻ്റെ അടുത്തേക്ക് വരുന്നത്? അവിടെ നിന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലാവും. ടൈഗറെ മാറി നിൽക്ക്. താനിതെന്തീ ചെയ്യുന്നത്? 1000 വരും, മാറി നിൽക്കടോ. ശബ്ദം ഉണ്ടാക്കല്ലേ, ഞാൻ പറയട്ടെ. തന്നോട് ഇനി പറയണ്ട ഞാൻ പറഞ്ഞു. താനൊന്ന് മാറി നിൽക്ക്. താൻ ഭയങ്കര ക്ലോസ്ഡ് ആണ്. അല്ല മൈ ഡിയർ ബണ്ണി ഗേൾ, താൻ എന്തിനാണോ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നേ? പന്നീകളോ? ഇങ്ങനെന്തൊക്കെയാ പറയുന്നത്? അതോ എന്റെ കൺട്രോള് കളയാവുന്നത് ഒറ്റ ഉദ്ദേശം കൊണ്ടാണോ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ കൺട്രോൾ ചെയ്യാനോ? ഞാനോ? ഞാനെന്ത് ചെയ്തു? അല്ല, താൻ എവിടെയെങ്കിലും വെച്ചിടിച്ചോ? താനിത് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ ചോദിച്ച ഉത്തരം പറ. നിന്റെ ചിരി ഒറ്റ കാരണം ഒരു ദിവസം പോലും നേരം ഉറങ്ങുന്നില്ല. എന്താ ചിരി? താന് അല്ല, ഞാൻ ചിരിക്കുന്നത് താനെങ്ങനെയാണ് ഉറങ്ങാതിരിക്കുന്നത്? താൻ മാറിന്നെ, ഞാൻ പോട്ടെ. അത് പറഞ്ഞ് മത ക്യാബിനിൽ നിന്നും പുറത്തിറങ്ങാൻ നിന്നു. പക്ഷേ എന്താ ചെയ്യുന്നേ? നീ ഇപ്പൊ എന്താ എന്നെ വിളിച്ചേ? ഞാനെന്ത് വിളിക്കും? ഞാനൊന്നും വിളിച്ചില്ല. ഇങ്ങനൊന്നും മാറി നിന്ന് എന്നോടല്ലേ പറയുന്നത് ഞാൻ. ഓക്കെ, നീ എന്നെ ഒന്നും വിളിച്ചില്ല. പക്ഷേ ഇനി എന്റെ മുമ്പ് വെച്ച് നീ ചിരിച്ചാലെന്താ? ഒരു കുഴപ്പമില്ല. എനിക്ക് എപ്പോ വേണം ചിരിക്കും. അത് നിങ്ങളെ സമ്മതം വേണ്ട. അതിന് ഞാൻ എപ്പോഴാ നിന്നോട് ചിരിക്കണ്ടെന്ന് പറഞ്ഞേ? നീ ചിരിച്ചോ? പക്ഷേ എന്റെ മുമ്പിൽ നിന്ന് ചിരിച്ചാ നിനക്ക് ചെറിയൊരു പണി ഞാൻ തരും. നീ മറക്കാത്തൊരു പണി. അറിയാത്തോണ്ട് ചോദിക്കും. നിങ്ങളുടെ തല എവിടെയെങ്കിലും പോയി ഇരിച്ചോ? ശരിയാ, എന്റെ തല മാത്രല്ല, എന്റെ എല്ലാം ഒരു സ്ഥലത്ത് സ്റ്റെക്കായി നിൽക്കുക. ആരെന്നറിയോ? എന്താന്നറിയോ? എന്താ? ഞാനെന്തോ ചെയ്തു? ടൈഗർ നിങ്ങൾക്ക് ഭ്രാന്ത, മാറി നിന്ന് അങ്ങോട്ട്. അതും പറഞ്ഞ് മധു നമ്മുടെ അമ്മേനെ തള്ളിയിട്ട് അവിടെ നിന്ന് പോയി. നീ ഓടിക്കോ, പക്ഷെ നീ എത്ര തവണ ഓടും? എപ്പോഴും ഇതുപോലെ എന്നിൽ നിന്ന് ഓടിങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയെന്ന് നീ ഒട്ടും പ്രതീക്ഷിക്കണ്ട. ഞാൻ അന്ന് നിന്നോട് ആ കോഫി ചെന്നതിന് വഴക്ക് പറഞ്ഞപ്പോ പപ്പ വീട്ടിൽ ചെന്ന് എന്നോട് പറഞ്ഞത് എന്തൊക്കെയാന്ന് വല്ലതും നിനക്കറിയാൻ പറ്റി? അച്ഛാ, എന്തിനാ എന്നെ വിളിച്ചേ? ഞാൻ വിളിച്ചതിന് എന്തിനാന്നറിയോ? അവസാനം നീ എനിക്ക് എന്റെ മരുമോളെ തന്നതിന് താങ്ക് യു പറയാൻ. മരുമോളോ? എപ്പോ? ഞാനെപ്പോ തന്നെ? ഒന്നുമില്ല, നീ അതൊട്ടേക്ക്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കാൻ നിൽക്കുകയായിരുന്നു. അല്ല,
നീ എന്തിനാ ഇപ്പം മധുവിനെ വിളിച്ച് വാക്കുവന്നു? ഓ, അത് പപ്പ കണ്ടില്ലേ? അവളെ എന്ന് ഞാൻ അവിടെ ജോലിക്ക് എടുത്തു അന്ന് മുതൽ എനിക്ക് തുടങ്ങിയതാ. ചുമോ, തീരെ വൃത്തി എന്ന് പറഞ്ഞ സാധനം അടുത്തുകൂടെ പോയിട്ടില്ല. എന്നിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ. എൻ്റെ അച്ഛനത് അറിയാത്തോണ്ടാ. എൻ്റെ ദൈവമേ, അവളുടെ വായ എന്തൊക്കെയാ അവളെ വായനൊന്നും വരുമെന്നറിയില്ലേ. അപ്പൊ നിന്റെ വായന? എൻ്റെ പൊന്നച്ഛ അറിയാത്തോണ്ട് ചോദിക്കാം. അവിടുന്ന് ചോദിച്ച അതേ ചോദ്യം. അല്ല, ഇത് ശരിക്കും അച്ഛൻ എൻ്റെ ആണോ അതോ അവളുടെയാണോ? അക്കാര്യത്തിൽ നിനക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ അത് നിന്റെ അച്ഛനല്ല അമ്മയോട് പോയി ചോദിക്കും. അമ്മ നിനക്ക് തീർത്ത് തരും അതിന്റെ ആ സംശയത്തിനുള്ള എല്ലാ ഉത്തരവും. അല്ലാതെ പിന്നെ ഞാൻ എന്തോന്ന് പറയണം? അച്ഛനെന്തിനാ അവൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നേ? സമ്മതിച്ചു, അവൾ ഉഷാറാണ്. വർക്ക് ചെയ്യാനും എന്ത് കാര്യത്തിലാണെങ്കിലും അവൾ ഉഷാറാണ്. പക്ഷെ ഇക്കാര്യത്തിൽ ഞാൻ സമ്മതിക്കില്ല. അവളെ അഹങ്കാരം. നിനക്ക് ശരിക്കും എന്താ പ്രശ്നം? എന്തിനാണ് മധുവിനോട് ഇത്ര ദേഷ്യം? അറിയാത്തോണ്ട് ചോദിക്കാം. അവിടെ എന്തെങ്കിലും പ്രശ്നം കണ്ടിട്ടാണോ? വർക്കിലെ പ്രശ്നമല്ല, ഉഷാറാണ്. പിന്നെന്താ ഈഗോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവൾക്കുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് നിനക്കിത്ര ദേഷ്യം എന്നത് മനസ്സിലായില്ല. എന്നാലും ഞാൻ പറയാം, ഒന്നും വിചാരിക്കരുത്. എന്റെ മകനായതോട് പറയാം, നിങ്ങൾക്ക് എല്ലാം കുറച്ച് കൂടുതലാണ്. പ്രത്യേകിച്ച് വൃത്തി. എന്താ നിന്റെ വിചാരം? നിന്നെപ്പോലെ എല്ലാവരും ആവണമെന്നില്ല. വൃത്തി വേണം ആവശ്യത്തിന്. പ്രത്യേകിച്ച് നിന്റെ അമ്മയുടെ അത്ര. അത് മതി. അത് തന്നെ കൂടുതലാണ്. അത് മതി. നിനക്കതിനേക്കുള്ള അപ്പുറമാണ്. എന്തിനാണ് അത്രയൊക്കെ? എന്തിനാണ് കാര്യം? അല്ല, നിനക്ക് തോന്നിയിട്ടേ ഇല്ലേ നിനക്ക് കുറച്ച് കൂടുതലാണെന്ന്? നീ ഒന്ന് ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കെ. ഒന്ന് ആലോചിച്ച് നോക്കിയാ നിനക്ക് കൂടുതലല്ലേ? ഇത്രയും കൂടുതലല്ലേ എന്നൊക്കെ? അത് ദേഷ്യം എനിക്ക് അല്ല. നീ ഒന്ന് ഇരുന്ന് ആലോചിക്കുക. പിന്നെ റെസ്റ്റ് എടുത്തു. കൂടുതൽ ടെൻഷനൊന്നും വരുത്തണ്ട. പണി നാളെ തുടങ്ങാം നമ്മള്. അല്ല, അച്ഛൻ പറഞ്ഞ പോലെ എനിക്കെന്തിനപ്പാ അവളോട് ദേഷ്യം? അവളിപ്പോ എന്താ എന്നോട് ചെയ്തേ? ഓ, ശരിയല്ലേ, ഒരു കാരണമില്ലാതെ. പിന്നെ അവളോട് എനിക്ക് ദേഷ്യമില്ലാതെ പിന്നെന്താ? അച്ഛൻ പറഞ്ഞ പോലെ അവള് നല്ല കുട്ടിയല്ലേ. പിന്നെ ക്യൂട്ടാണ്, സ്വീറ്റാണ്. അവളോട് ഫൈറ്റ് ചെയ്യുന്ന ടൈം വന്നതേ അറിയില്ല. ഞാനിത് എന്തൊക്കെയാ പറയുന്നേ? ദൈവമേ, ഇനി എനിക്ക് വല്ലതും എന്ത്? അത് അവളോട് എനിക്കങ്ങനൊന്നുമില്ല. പിന്നെ ഒരു ആക്ടറിന് കിസിന് പുറകെ 2 ആഴ്ച നീ എന്നെ ഒന്ന് അകന്നു തന്നെ. ആ സമയത്ത് ഞാൻ നിന്നെ മിസ് ചെയ്ത് കുറച്ചൊന്നുമല്ല. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയതാ, മധു, ഐ fall in love you. സോ വൈകാതെ ഞാൻ നിന്നെ എൻ്റെതാക്കും. ഒന്നില്ലേലും നിന്റെ ഫസ്റ്റ് കിസിന് അടുത്തതല്ലേ. അപ്പോൾ ഇനി അത് നിന്റെ ലാസ്റ്റ് ബ്രീത്ത് വരെ ഞാൻ തന്നെ എടുക്കും. അയ്യോ, എനിക്കിതൊന്നും കാണാൻ വയ്യേ. ഇങ്ങനെ കോൾഡ് പോയിട്ട് ഫ്ലർട്ടിയായോ? ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണ്ടേ? എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. വേണ്ട അങ്കിൾ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ഒരു തവണ പ്രാക്ടീസ് ചെയ്തിരുന്നു. സോ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഷീ സോ ടാലന്റഡ്. സർ, അവളൊരു നല്ലൊരു ഡിസൈനർ അല്ലേ. സോ അതിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവളെടുത്തുണ്ടാവുമല്ലോ. അല്ല, ഇങ്ങേരിപ്പോ വരുമ്പോ എന്താ നോക്കാറില്ലല്ലോ. നൈസായിട്ടൊക്കെ പെരുമാറുന്ന പോലൊക്കെ തോന്നുന്നുണ്ട് എനിക്ക്. താനെന്താണ് നിന്ന് ആലോചിക്കുന്നത്? സർ, അത് ഡ്രസ്സെല്ലാം സർക്കൊന്ന് ഇട്ട് നോക്കണ്ടേ, ഫിറ്റിംഗ് ഒക്കെ കറക്റ്റ് ആണോന്ന്. അങ്കിൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? പേടിക്കണ്ട, ഒന്നും ആവില്ല. എന്നാ പോരെ. എന്റെ ദൈവമേ, അതൊന്നും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്നാലും നീ പറഞ്ഞ വാക്ക് ഇത്ര പെട്ടെന്ന് പാലിക്കുന്ന ഒട്ടും ഞാൻ എത്തിയില്ല. അല്ലെങ്കിൽ
സോറി, എപ്പോഴെങ്കിലുമൊക്കെ എന്നെ അങ്കിളെന്ന് വിളിക്കാറ്. ഇതിപ്പോ കുറച്ച് ദിവസമായിട്ട് എന്നെ അങ്കിളെന്ന് മാത്രം വിളിക്കുന്നുള്ളൂ. അങ്കിൾ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ ആവേണ്ട, ഒരു പ്രശ്നവുമില്ല. അങ്കിള് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്ക്, ഞാൻ വന്നേക്കും. ആ ഓക്കെ സർ, എന്നാ ശരി. സാറേ, സാറെന്തിനാ എന്നെ വിളിച്ചേ? അർണവ് ചോദിച്ചതിന്റെ മറുപടി ഒന്നും കൊടുത്തില്ല. പകരം അവൻ സീറ്റിൽ നിന്ന് എണീറ്റ് വന്ന് ക്യാബിന്റെ ഡോർ ക്ലോസ് ചെയ്തു. അങ്ങനെ ലോക്ക് ചെയ്തു. ഇങ്ങനെന്താ ചെയ്യുന്നത്? സർ, എങ്ങനെ ലോക്ക് ചെയ്ത് ഡോറ്? ഓ ഗോഡ്, മൈ ബണ്ണീസ് സ്കാൻ മീ. എനിക്കോ? നിങ്ങളെയോ? എന്തിനാ? എനിക്ക് നിങ്ങളെ വീടൊന്നുമില്ല. ഓ, പേടിക്കാൻ പറ്റിയൊരു സാധനം വന്നേക്കുന്നു. ഓ, സോ മൈ ബണ്ണീസ് നോട്ട് സ്കാൻ മീ. നോ, നോ വേ. എനിക്ക് നിങ്ങളെ ഒരു താനെന്തിനാണ് അതിന് അടുത്തേക്ക് വരുന്നത്? തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്തേക്ക് ഇങ്ങനെ വരരുതെന്ന്. ടൈഗർ നിന്നോട് പറഞ്ഞ അവിടെ നിൽക്കേ. തന്നോട് പറഞ്ഞ അവിടെ നിൽക്കുക. എന്റെ പണിക്കല്ലേ എന്നെ പേടിയില്ലെന്ന് പറഞ്ഞ്, പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ? എനിക്ക് തന്നെ പേടിയൊന്നുമില്ല. എന്ന് കരുതി താൻ എന്റെ അടുത്തേക്ക് വരണ്ട. എന്നാ പോരെ? എനിക്ക് പോരാ. അതും പറഞ്ഞ് അർണവ് മധുവിനെ എടുത്ത് അവിടെ ക്യാബിനിലുള്ള ഒരു സോഫയിലേക്ക് ഇരുത്തി. ശേഷം അവളെ എന്ത് ചെയ്യുന്നേ? ഒന്നുമില്ല, തന്നെ വിട്ടെ. എനിക്ക് താവുന്നുണ്ട്. എന്താവാൻ? ഒന്നും ആവുന്നില്ല. ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ചെയ്യുന്നതിലല്ലോ എന്തെങ്കിലും ആവാൻ. ടൈഗറെ, തനിക്ക് തപ്പച്ചി തന്നെ വിട്ടെ. വിടാനാ പറഞ്ഞു. ഞാൻ പറയട്ടെ, എനിക്ക് സ്ട്രോബെറീസ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം, പ്രത്യേകിച്ച് നിന്റെ സ്ട്രോബെറി. സോ ഞാൻ അതങ്ങ് എടുക്കും. എന്താ? Sir, may I come in? ഓ, ഒന്ന് മൂട്ടായി വരികയായിരുന്നു. ഇവൾക്ക് വരാൻ വേണ്ട സമയം. അങ്ങോട്ട് മാറി നിൽക്കി കടുവേ. ഞാൻ പോട്ടെ. നിന്നോട് ഞാൻ പോവാൻ പറഞ്ഞില്ല, അവിടെ ഇരിക്കേ. ജിസോ കം. ആ സാർ, മധുവിലുണ്ടായിരുന്നു. ആ സാറേ, പിന്നെ നമ്മുടെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. വല്ലാണ്ട് ദിവസമൊന്നുമില്ല. അവർ പറഞ്ഞിരിക്കുന്ന മറ്റന്നാളാണ് ഡിസൈൻ കാണിച്ചു തരാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് 2 മാസം ടൈമും കിട്ടിയിട്ടുണ്ട്. ആ, അപ്പോൾ മധു കേട്ടല്ലോ. അപ്പോൾ റെഡി ആയി നിന്നോ മറ്റന്നാൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു മീറ്റിംഗ് കൂടെ ഉണ്ട്. ശരിയാ, അത് കഴിഞ്ഞിട്ട് നല്ല ശരിക്കുള്ളൊരു മീറ്റും കൂടെ വരുന്നുണ്ട്. നമുക്ക് അപ്പോ കാണാം. അതെന്താ അവൾ അങ്ങനെ പറഞ്ഞേ? ഇനി അവൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? സാറേ, ഇന്നലെ ആയിരുന്നു നമ്മളെ ജേക കമ്പനിയുമായിട്ട് പ്രൊജക്റ്റിന് പോയിരുന്നത്. അത് നമുക്ക് കിട്ടിയില്ല സാർ. കിട്ടിയില്ലെന്നോ? അങ്കിളെവിടെ? അങ്കിളിനെ വിളിക്കേ. സർ, കമി. നമുക്ക് ആ പ്രൊജക്റ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞു. ആർക്കാ പ്രൊജക്റ്റ് കിട്ടിയത്? സർ, അത് വർമ്മ കോർപ്പറേറ്റ്സ് കിട്ടിയത്. അവരാണ് ആ പ്രൊജക്റ്റ് എടുത്തത്. പിന്നെ അത് പ്രസന്റ് ചെയ്തിരുന്നത് അവിടുത്തെ മകനായിരുന്നു. ഓ, മകനായിരുന്നു. അതിന് അദ്ദേഹത്തിന്റെ മകനല്ലല്ലോ സിഒ, മിസ്റ്റർ വർമ്മയല്ലേ സിഒ? പിന്നെന്താ അങ്ങനെ? അല്ല സർ, മിസ്റ്റർ വർമ്മയല്ല. വർമ്മ ഇപ്പോ ബിസിനസ്സിലേക്ക് എന്തെല്ലാം നിർത്തിയിരിക്കുക. ഇപ്പോ തൽക്കാലത്തിന് മകനാണ് എല്ലാം നോക്കുന്നത്. ഓ, ഓക്കെ, അത് നല്ലതാ. മക്കളെ ഏറ്റെടുക്കേണ്ടത് തന്നെയല്ലേ. പിന്നെ പ്രൊജക്റ്റ് കിട്ടാത്തത് അത് പോട്ടെ, എല്ലാവർക്കും എപ്പോഴും നമ്മളെ തന്നെ കിട്ടണമെന്നില്ലല്ലോ. ആ, ഈ പ്രാവശ്യം ഒരിക്കട്ടെ, നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാന്നേ. അങ്ങനെ അറിഞ്ഞപ്പോ കോൾഡൊക്കെ പോയി ഫ്ലർട്ടി മൂടൊക്കെ ഓണായി. ഇപ്പൊ ഭയങ്കര നീച്ചാട് നിൽക്കാൻ തുടങ്ങി. പിന്നെ വൃത്തിയൊക്കെ ഇപ്പോ അതൊക്കെ അങ്ങാള് മറന്നിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ കഴിയുന്ന സമയത്ത് അർണവ് പോയിട്ട് മധുവിനെ ഫ്ലർട്ട് ചെയ്യാൻ നോക്കും. മധുവിന് ഇങ്ങിയിരിക്കുന്ന എന്താ പറ്റിയെന്ന രീതിയിൽ അന്തം വിട്ട് നിൽക്കും. നമ്മുടെ മധുവിനാണെങ്കിൽ എന്താണെന്നറിയില്ല, എതിർക്കുന്നതൊന്നുമില്ല. ഇനി
അതൊരു ഇഷ്ടമായിരിക്കും, എനിക്കറിയില്ല എന്താണെന്നോ. എന്തായാലും അങ്ങനെ ഡിസൈൻ കാണിച്ചു കൊടുക്കുന്ന ദിവസമായി അന്ന്. അർണവ്, എന്നാ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അതെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ സർ, അങ്കിൾ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ബാക്കിൽ പോവാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് മോഡൽസ് പോയി വന്നും കളിച്ചു. അങ്ങനെ അങ്ങനെ കപ്പിൾസിൻ്റെ ടൈം ആയിരിക്കുകയാണ്. നമ്മൾ അർണവും മധുവും വരുന്ന സമയം. حبيبي تطاف عليه يتنتيمه بدم تتكام حبيبي I ain't tryna. Yeah, ain't tryna be cool like you. Wobbling around in your high heel shoes, I'm clumsy. Made friends with the floor. 2 for 1, you know a bitch by 4. And 2 left feet, you know I always drop. First thing a girl did was a bop. And the whole damn cake and the cherry on top. Shook up the bottom, made a good girl pop. You ain't even here to party. Ken in the club tryna pipe a Barbie. I don't wanna go with the flow back then until I touch my toes. I don't wanna row the boat. Wrist full of rocks and I hope I float. Big up yourself cause you know they don't. I chew cause they hope I show. I'm a bitch, I'm a boss. I'm a bitch and a boss, I'ma shine like glass. I'm a bitch, I'm a boss. I'm a bitch and a boss, I'ma shine like glass. I'm a bitch, I'm a boss. I'm a bitch and a boss, I'ma shine like glass. I'm a bitch, I'm a boss. I'm a bitch and a boss, I'ma shine like glass. On the after, you been the B4, I've been the stallion, you been the seahorse. Don't need a report, don't need a press run. All of my bad pics been all my best ones. I wear the hat and I wear the pants. I am advanced, so I get advanced and I do my dance and cancel the plans. Said boo, don't be mad cause you had a chance. Yeah, said I took it and I ran for it. I win it and I stand on it. Money on the floor when we dance on it. Shine bright when I put a tan on it. Said I took it and I ran for it. I win it and I stand on it. Money on the floor when we dance on it. Shine bright when I put a tan on it. I'm a bitch, I'm a boss. I'm a bitch and a boss, I'ma shine like glass. I'm a bitch, I'm a boss. I'm a bitch and a boss, I'ma shine like glass. I'm a bitch, I'm a boss. I'm a bitch and a boss, I'ma shine like glass. I'm a bitch, I'm a boss. I'm a bitch and a boss, I'ma shine like glass. I'm a bitch and a boss, I'ma shine like glass. I'm a bitch, I'm a boss. I'm a bitch and a boss, I'ma shine like glass. I'm a bitch, I'm a boss. I'm a bitch and a boss, I'ma shine like glass. I'm a bitch, I'm a boss. I'm a bitch and a boss, I'ma shine like glass. I'm a bitch, I'm a boss. I'm a bitch and a boss, I'ma shine like glass. എന്റെ പൊന്നു മധു, ഒരു രക്ഷയില്ലടി, അടിപൊളി. സത്യം പറയാ, നിങ്ങളെ കണ്ട ഒരിക്കലും പറയില്ല നിങ്ങൾ കപ്പിൾസ് അല്ലാന്ന്. കാരണം അത്രക്കും അടിപൊളിയായിരുന്നു. ശരിക്കും ഒരു കപ്പിൾസിന്റെ എല്ലാ ഇതും തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിടാ. എന്നാ രസമായിരുന്നു. താങ്ക് യു ജിസോ. ഞാനല്ലേ പറഞ്ഞേ, പിന്നെ എങ്ങനെ അത് ശരിയാവാതിരിക്കും? അങ്ങനെ ഞാനാണ് ആള്. നീ എനിക്ക് പണി തരാൻ കഴിയാനിട്ടിട്ട് തന്നതല്ലേ, അതുകൊണ്ട് നിനക്ക് ഞാൻ നല്ലൊരു പണി തന്നേക്കാം. മോനെന്തായാലും ഭയങ്കര ബിസി ആയിരുന്നല്ലോ പ്രോഗ്രാമിന്റെ സമയത്ത്, ഞാൻ കണ്ടിരുന്നു. ഏതായാലും മോൻ പേടിക്കണ്ട, ഞാനതെല്ലാം കൃത്യമായിട്ട് ചേച്ചിയോട് പറഞ്ഞെടുത്തോളാം. എന്റെ ദൈവമേ, ഇവളതും കണ്ടോ? ഇവളെ കണ്ണ് എന്തൊരു കണ്ണാ! എന്റെ ദൈവമേ, ഞാൻ പെട്ടോ. മധു, അത് നീ വിചാരിക്കുന്ന പോലെ അല്ല. അത് ഞാൻ ചുമ്മാ പിന്നെ കണ്ടപ്പോ സംസാരിച്ചതാ, അല്ലാതെ ഒന്നുമില്ല. ഞാൻ അങ്ങനെ ചെയ്യോ? നീ എന്തീ പറയുന്നേ? നീ ഇങ്ങനെ ആവശ്യമില്ലാത്തൊന്നും പോയി ചേച്ചിയോട് പറയില്ല കേട്ടോ. അപ്പോ സാറ് മാരേജ് ഉറപ്പിച്ചതാണോ, അതോ ഇനി ചേച്ചി എന്ന് പറഞ്ഞ സിസ്റ്റർ കാര്യമാണോ പറഞ്ഞേ? ഇങ്ങനെ കമ്മിറ്റിടന്നല്ല, ഇങ്ങനെ കല്യാണം നടക്കാൻ കഴിഞ്ഞതാടി. എന്റെ പൊന്നു ജിസോ, ഇങ്ങനെ നോക്കണ്ട, ഇങ്ങനെ തന്നെ പക്കാ കോഴിയാ. പക്ഷെ നോക്കണ്ട, കല്യാണമൊക്കെ കഴിഞ്ഞു. എന്താ കല്യാണം കഴിഞ്ഞതാണ്? എനിക്ക് വയ്യ. അല്ല, ഞാൻ അറിയാത്തോണ്ട് ചോദിക്കാം, നിങ്ങൾ തമ്മിൽ എങ്ങനെയാ ബന്ധം? നിങ്ങൾ ഇപ്പം കൂട്ടുകാരനെ കണ്ടിട്ട് എന്നോ നല്ല പരിചയമുള്ള പോലെ ഉണ്ടല്ലോ, അതാ ചോദിച്ചേ. യു റൈറ്റ്, നിനക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് തമ്മിൽ ഇപ്പോഴുള്ള ബന്ധമൊന്നുമല്ല, കുറേ മുമ്പുള്ള ബന്ധം. അതെ അതെ, അവളുടെ അപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മോനായിട്ട് വരും ഞാൻ. അത് മാത്രല്ല ജിസോ, ഇങ്ങനെ എന്റെ ഫ്രണ്ടിനെ വളച്ചെടുത്ത് കിട്ടിയടി.
ആഹാ, സാറ് വിചാരിച്ച പോലെ ഒന്നല്ലല്ലോ. ഏയ് അങ്ങനെയൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട്. അല്ല ഞാൻ പറഞ്ഞത്, അല്ല സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കെട്ടുന്നത് അത്ര വലിയ മോശമുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. പിന്നീട് ജിസ് അവിടെ നിന്ന് പോയി. അങ്ങനെ നമ്മുടെ മധുവും ചിനിയും നല്ല സംസാരത്തിലാണ്. ഐ മീൻ നല്ല ഫ്രണ്ട്ലി സംസാരത്തിൽ. മധു, നീ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കുന്നേ. നീ എന്തിനാ അവനുമായിട്ട് ഇത്ര ക്ലോസ് ആവുന്നേ? ഇന്നോ ഇന്നലെയോ പരിചയമുള്ള അവനുമായിട്ട്. അയ്യോ, നിനക്ക് ഞാൻ എടുത്തു വരുന്നത് നിനക്ക് പറ്റിയില്ലല്ലേ? നിനക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഷാൻ, കം വിത്ത് മീ. ഷെന്നോ ഇതുവരെ അങ്കിള് വരുന്നല്ലോ. ഇതെന്താ പറ്റി? മൂട് എത്ര പെട്ടെന്ന് മാറിയോ? ആ ശ്രദ്ധ വരുന്നു. ആഹാ, ഇതെന്താ ഞാൻ ഈ കാണുന്നത്? സാറും അതും തമ്മിൽ നല്ല ക്ലോസ് ആണെന്ന് തോന്നുന്നല്ലോ. യാ, ഞങ്ങൾ തമ്മിൽ നല്ല ക്ലോസാണ്. പക്ഷേ ഇന്നും തന്നെ തുടങ്ങിയ ക്ലോസ് ഒന്നുമല്ല, കുറെ കാലമായിട്ടുള്ള ക്ലോസാണ്. അപ്പൊ നിങ്ങൾ തമ്മിൽ ആദ്യം അറിയോ? അങ്കിളെ, എനിക്കറിയാം. എന്റെ പപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മൂത്ത മോന്. ആഹാ, അത് ഉഷാറായാലും. ആ ചേ, ഞാൻ വന്ന കാര്യം പറഞ്ഞു. ഇപ്പൊ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, വേഗം വന്നേ. അപ്പം മധു, ഞാൻ പോയി. എനിക്ക് കുറച്ച് വർക്കുണ്ട്. നമുക്ക് വീട്ടിൽ നിന്ന് കാണാം. ബൈ. അങ്ങനെ എല്ലാവരും അവിടെയുള്ള ഒരു സോഫയ്ക്കുള്ള ഒരു ഹാളിലേക്ക് പോയി. ഒന്നുമില്ലേ, വെയിറ്റിംഗ് ആയിരുന്നു. ഇവിടെ ഇരിക്കും. ഈ ടൈഗർ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഓ, എനിക്കെന്താ പണി വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയേ പറ്റൂ. സർ, ജിസോ കുറച്ച് ബിസിയാണ്. അവിടെ നമ്മുടെ ഡ്രസ്സുകളെല്ലാം കളക്ട് ചെയ്ത് നോക്കും. പിന്നെ സർ, മീന കുറച്ച് വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. അങ്കിള് മതി. അങ്കിൾ ഇവിടെ ഇരി. ഇങ്ങേര് തന്നിരുന്നത് എന്റെ മുഖത്തേക്ക് പറയുന്നേ? എങ്ങനെ ഇപ്പൊ ഇവിടെ നിന്ന് വേഗം പറഞ്ഞേക്കാം. ഇനി എന്തായാലും ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇനിയിപ്പം പറഞ്ഞേക്കാം. മധു എന്തൊക്കെയോ പറയാൻ നിൽക്കുകയായിരുന്നു. പറയാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴത്തേനെന്താ സംഭവിച്ചെന്നറിയോ? അർണവ് പതിയെ എണീറ്റ് വന്ന് നമ്മുടെ മധുവിന്റെ അടുത്തേക്കിരുന്നു. ദൈവമേ, ഇങ്ങനെ തന്നെ കാട്ടുന്നു. അയ്യോ അങ്കള്. ഓ, ഇങ്ങനെ തന്നെ എന്നോട്ടിരിക്കുന്നു. ഇങ്ങനെ ഞാനിന്ന് മോൾ എന്തിനിങ്ങനെ നെർവസാവുന്നെ? ഞാനല്ലേ നിന്നെ എടുത്തിരിക്കുന്നത്. എന്തിനാ? അതെ സാറേ, ഇന്നത്തോടെ എൻ്റെ അടുത്ത് ജോലി തീർന്നു കേട്ടോ. ഞാൻ ഇനി മുതൽ കമ്പനിയിലേക്ക് വരില്ല. എന്താ ഇന്നത്തോടെ? അത് സർ, പുതിയ ഡിസൈനർ അനുസരിച്ചിട്ടാണെങ്കിൽ ടെൻഷൻ ആണെങ്കിൽ വേണ്ട സർ, അതിന്റെ ആവശ്യമില്ല. പുതിയ ഡിസൈനറെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മള് ആദ്യം ഇങ്ങനെയാണല്ലോ പറഞ്ഞ് റെഡിയാക്കിയത്. സോ ഇന്നത്തോടെ മോള് ഇവിടുത്തെ വർക്ക് കഴിഞ്ഞു. ശരിയാണല്ലോ. ഞാനതെന്താ മറന്നുപോയി. അല്ല, ഇനിയിപ്പോ എന്താ ചെയ്യാ? സാർ, എന്നാ ഞാൻ പോവാണേ. ബൈ. മധു, 1 മിനിറ്റ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓ, ഈ ടൈഗർക്ക് ഇനി എന്തോന്നാ പറയാനുള്ളത്? എന്താ സാറേ? അതെ, തനിക്ക് ഇവിടെ ഡിസൈനറായിട്ട് കണ്ടിന്യൂ ചെയ്തൂടെ? അത് ശരിയാണല്ലോ മോളെ. സർ പറഞ്ഞാലും കാര്യമുണ്ട്. നോക്കി ഇവിടെ നിന്നോടെ. അത് സോറി സാർ, എനിക്ക് പറ്റില്ല. എനിക്ക് പോയേ പറ്റൂ. എന്നാ ശരി സാർ. താങ്ക് യു എനിക്കിങ്ങനൊരു റെക്കമെൻഡ് തന്നതിന്. എന്നാ ശരി, ഞാൻ പോയി. പിന്നെ കാണാം. ബൈ. ഇവർക്ക് ഇതെന്താ ഒരു സങ്കടമില്ലേ? ഇനി അവൾക്ക് എന്നോട് ഫീലിങ്സും ഇല്ലേ? ഞാൻ അവളെന്താ ഒരു പ്രശ്നമില്ലാതെ. ഓ ഗോഡ്. ആർമിസേ, അപ്പോൾ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ
എന്നോട് ക്ഷമിക്കണം. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. പിന്നെ താങ്ക് യു അഗെയിൻ. ഞാൻ താങ്ക് യു പറയാൻ എല്ലാവരോടും, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും. പിന്നെ ഞാൻ മനസ്സോട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ച പോലെ ഇനി മൈ ടൈഗർ കഴിഞ്ഞിട്ട് ഇതിന് സ്പെഷ്യൽ ചെയ്താൽ മതിയോ, അതോ അല്ലെങ്കിൽ ഇതിന് മുമ്പേ ചെയ്യണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ എനിക്ക് നല്ല ഫുൾ സപ്പോർട്ട് തന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പ്രത്യേകിച്ച് ചേച്ചി, ചിന്നൂസ്, അഞ്ചുകുട്ടി, മകര, അല്ലു, ഒരുപാട് പേരെന്നെ വിച്ചു, ഒരുപാട് പേരെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. എല്ലാവരോടും ഒരുപാട് പേര്, ആർമീസ് ഒത്തിരി പേരുണ്ട്. എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഇനിയുള്ള എപ്പിസോഡ് വേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാതിരിക്കാം. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ മാക്സിമം സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഈ എപ്പിസോഡ് ഇഷ്ടമായിട്ടില്ലെങ്കിൽ പറയാം, ഇഷ്ടമായ